watch me. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന Adobe Draw എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫോണിലെടുത്ത ഒരു ഇമേജ് എങ്ങനെ നമുക്കൊരു കാർട്ടൂണിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മോഡലാക്കി എടുക്കാമെന്ന് തന്നെയാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി Adobe ILLUSTRATOR Draw എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്, ഫ്രീ ആണ്. ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി താഴെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ കാണുന്നതിൽ വിളിച്ച് ഏതെങ്കിലും ഒരു ക്യാൻവാസ് ചൂസ് ചെയ്യുക. ഞാൻ അവിടെ പോർട്രേറ്റ് മോഡായ ഒരു ഫോട്ടോ ആയതുകൊണ്ട് ആൻഡ്രോയിഡ് ടാബ്ലറ്റ് പോർട്രേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇമേജ് ചൂസ് ചെയ്യാൻ അവിടെ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ രണ്ട് ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഇമേജ് ലെയറിലാകുമ്പോൾ നമ്മൾ ഗാലറി പോകും. ഡ്രോ ലെയർ ആകുമ്പോൾ പടം വരയ്ക്കാനുള്ള ഒരു ഇതായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇമേജ് ലെയർ കൊടുക്കുമ്പോൾ ഗാലറി, ടേക്ക് ഫോട്ടോ, മൈ ഫയൽസ് ഒക്കെ വരും. ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ഗാലറി എന്നാണ്. ഗാലറി എടുക്കുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് വരും. പിന്നെ ഫോട്ടോ എവിടെയാണോ കിടക്കുന്നത് ആ ലൊക്കേഷൻ ചൂസ് ചെയ്യുക. അവിടെ ഗാലറി ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് തന്നെ കിടക്കുന്ന ഫോട്ടോയാണ്. ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ. ഇപ്പോൾ ആവശ്യമുള്ള നമുക്ക് സെലക്ട് ചെയ്ത ഫോട്ടോ ആവശ്യമുള്ള സൈസിലേക്ക് റീസൈസ് ചെയ്യണം. മാക്സിമം നമുക്ക് കുറച്ച് വലുതായി തന്നെ റീസൈസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത വരയ്ക്കേണ്ട പെന്ന് ചൂസ് ചെയ്യുക. പെന്നിൻ്റെ നിബിൻ്റെ ആ ഒരു പോയിൻ്റ് അനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. ഞാൻ അവിടെ ഈ ഒരു ചെറിയ പിന്നുള്ള പോയിൻ്റുള്ള പെന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത വരയ്ക്കുന്നതിന് മുമ്പ് പോയിൻറ്റിൻ്റെ സൈസ് ചൂസ് ചെയ്യണം. സൈസ് ചൂസ് ചെയ്യാൻ വേണ്ടി സൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സൈസ് കൂടുകയും കുറയുകയും ചെയ്യും. മേലോട്ട് സ്ക്രോൾ ചെയ്താൽ സൈസ് കൂടും. താഴോട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൈസ് കുറഞ്ഞു വരും. ഞാനൊരു 2 ആണ് സൈസ് വെച്ചിരിക്കുന്നത്. താഴെ രണ്ട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. കളർ ഉണ്ട്, ഒപ്പേസിറ്റി ഉണ്ട്. ഒപ്പേസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ലൈനിൻ്റെ ആ ഒരു തെളിച്ചമാണ് ഒപ്പേസിറ്റി. കളർ എന്ന് പറയുന്നത് വരയ്ക്കുന്ന ലൈനിൻ്റെ കളറാണ്. അപ്പം ഞാൻ അവിടെ ആ ഫോട്ടോയിലുള്ള കളർ അനുസരിച്ച് തന്നെ ഒരു കളർ ചൂസ് ചെയ്യുകയാണ്. ഒരു ഓറഞ്ച് മാതിരിയുള്ളൊരു ഡാർക്ക് യെല്ലോ കളറാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് വരയ്ക്കാൻ വേണ്ടി നമ്മുടെ ഫോട്ടോ നല്ലപോലെ സൂം ചെയ്യുക. നല്ല സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ കൂടുതൽ പെർഫെക്ഷൻ ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെ ഒരു വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് വരച്ചാൽ നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ ഏകദേശം കുറച്ച് കർവൊക്കെ വരുവാണെങ്കിൽ അത് സിംഗിൾ ലൈനിൽ തന്നെ വരയ്ക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും. മാക്സിമം ഓരോ 2 ലൈൻ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു വര കഴിഞ്ഞ് അടുത്ത വര വരയ്ക്കുമ്പോൾ പഴയ വരയുടെ മേളിൽ കൂടെ തന്നെ ജോയിൻ്റ് ആക്കി തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ജോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കളർ അപ്ലൈ ചെയ്യുമ്പോൾ അത് വർക്കാവത്തില്ല. മാക്സിമം പെർഫെക്റ്റ് ആക്കി തന്നെ വരയ്ക്കാൻ നോക്കുക. സമയം കുറവായതുകൊണ്ടാണ് സ്പീഡിൽ വരയ്ക്കുന്നത്. നമുക്ക് ഏത് ഫോട്ടോയും ഇത് കണക്ക് വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ടൈപ്പ് ഫോട്ടോസൊക്കെ നമ്മുടെ തന്നെ ഫോട്ടോസും വരയ്ക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ കുറവായൊരു ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ വീഡിയോ പർപ്പസ് ആയതുകൊണ്ടാണ്. ഡീറ്റെയിൽ കൂടുതലനുസരിച്ച് നമുക്ക് സമയം കൂടുതൽ വേണ്ടി വരും. സൂം ചെയ്യുക. സ്റ്റൈലസ് പെന്നോ ടച്ച് പെന്നോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പം ഞാൻ വിരൽ വെച്ചാണ് വരച്ചിരിക്കുന്നത്. വിരൽ വെച്ചും ചെയ്യാവുന്നേ ഉള്ളൂ. സ്റ്റൈലസോ ടച്ച് പെന്നോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷനിൽ വരയ്ക്കാൻ പറ്റും. സൂം ചെയ്ത് വരയ്ക്കുക. ഞാൻ അവിടെ ഒരു ബോർഡർ കവർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു വേറൊരു ഷെയ്ഡ് കളർ നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ കളർ ഒരു സ്ഥലത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി ആ പോർഷൻ മാത്രമായിട്ട് നമ്മളൊരു ക്ലോസ്ഡ്
ഇതിൽ സെക്ഷനിൽ വരയ്ക്കണം. എന്നിട്ട് അവിടെ ഒരു കളർ അപ്ലൈ ചെയ്തെങ്കിൽ തൊട്ടടുത്തുള്ള വേറെ സെക്ഷനിൽ വേറെ കളർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ വേറൊരു ഡാർക്ക് കളറാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു സെക്ഷൻ മാറ്റിയാണ് വരച്ചിരിക്കുന്നത്. ഒപ്പാസിറ്റി കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും നമ്മുടെ ലൈൻസ് കാണാൻ വേണ്ടി. കറക്റ്റ് പെർഫെക്ഷനിലാണോ നമ്മൾ വരച്ചതെന്ന് അറിയാൻ പറ്റും. പിന്നെ സൈസ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. സൈസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ലൈൻസ്. രണ്ട് വിരൽ ഉപയോഗിച്ച് ആണ് നമ്മൾ സൂം ചെയ്യുന്നത്. എന്തായാലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മേളിലൊരു റിവേഴ്സ് ആരോ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചെയ്തത് അൺഡു ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഫുൾ ക്യാൻവാസിൽ വന്നെങ്കിൽ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇമേജ് മാത്രമായിട്ട് വരും. നമുക്ക് ഈ കളർ ഓപ്ഷൻസും പെന്നിൻ്റെ സൈസ് ചൂസ് ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നിട്ട് ഫുൾ സ്ക്രീൻ ഫുള്ള് നമുക്ക് പിക്ചർ ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ചെറിയ സ്ക്രീനുള്ള ഫോണുകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഔട്ട്ലൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ വേറൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കാനുള്ള സ്ഥലവും കൂടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഇപ്പം വരയ്ക്കുന്നത്. വരകൾ മാക്സിമം കണക്ട് ചെയ്ത് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. സമയമെടുത്ത് ചെയ്താൽ നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ട്യൂട്ടോറിയൽ രീതി ചെയ്യുന്നതുകൊണ്ടാണ് സ്പീഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈൻസ് ജോയിൻ്റ് ചെയ്ത് തന്നെ വയ്ക്കുക. അപ്പോൾ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. കൂടുതൽ കളർ ഓപ്ഷൻസ് വേണമെങ്കിൽ കളറിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള കളർ ചൂസ് ചെയ്യാം. അതുമല്ല, ഇപ്പം നമ്മൾ ഫോട്ടോയിൽ തന്നെ ഉള്ള കളർ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കളർ വേണമെങ്കിൽ നമ്മുടെ കളർ പാലറ്റിൽ അവൈലബിൾ അല്ലാത്ത കളർ വേണമെങ്കിൽ കളർ എന്ന് പറയുന്ന ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കളർ പിക്കർ ഓപ്ഷൻ വരും. ആ
കളർ എന്ന് പറയുന്ന ആ സർക്കിളിൽ തന്നെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നേരെ നമ്മൾ പിക്ചറിലോട്ട് സ്ലൈഡ് ചെയ്ത് ഏത് കളറാണോ വേണ്ടുന്നത് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കളർ പിക്കർ ആ കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ കളർ നമ്മുടെ പെന്നിൻ്റെ കളറായിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി കാണുന്ന റൈഡേഴ്സിൻ്റെ ഹെൽമെറ്റിലെ കളേഴ്സൊക്കെ അവർ ചെയ്യുന്നത് അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കളർ പിക്കർ ഓപ്ഷൻ വെച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇത് ഈ ഫോട്ടോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മൾ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം നമ്മളത് ഡ്രോയിങ് എല്ലാം കഴിഞ്ഞ് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം സേവ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിൽ ഇട്ടിട്ട് വന്നു എക്സാമ്പിൾ ഒരു പിക്സാർട്ടിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ എടുക്കുന്ന ക്യാൻവാസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസായിട്ട് എടുക്കണം. അടുത്ത നമ്മൾ ആ റെഡ് ഏരിയയാണ് വരയ്ക്കുന്നത്. റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ക്യാൻവാസ് കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ അത് റീ എഡിറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് വരും. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിലിട്ട് അതിൻ്റെ ക്യാൻവാസ് ഇൻസ്റ്റാഗ്രാം കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ താഴെയുള്ള പോർഷനും കൂടെ റെഡ് കളർ ആക്കണം. മേളിൽ കുറച്ച് കയറി എന്നുള്ള കുഴപ്പമില്ല. നമ്മളവിടെ കളർ വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ വേറൊരു ലൈൻ മേളിൽ വേറൊരു കളറിൻ്റെ മേളിൽ വന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു കളർ ഫില്ല് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് മറഞ്ഞോളും. ആ ലൈൻ എക്സസ് ആയിട്ടുള്ളത് അത് കാണാൻ പറ്റത്തില്ല. കുറച്ച് മേളിലോട്ട് കയറി ഒന്നും വെച്ച് പ്രശ്നമില്ല. ലൈൻസ് തമ്മിൽ കോണ്ടാക്റ്റ് വേണം, അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ള് ഫില്ലാവത്തില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമുക്കിതിൽ കളർ കൊടുക്കണം. നമുക്കിവിടെ നിന്ന് കളർ കൊടുക്കാം. അപ്പോൾ ഏതോ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ലായിട്ടില്ല. അതാണ് താഴെ ഒരു മെസ്സേജ് കാണിച്ചത്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഫില്ലാവാത്തത് ആ സ്ഥലം നോക്കുക. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഒരു ചെറിയ മിസ്മാച്ച് കിടപ്പുണ്ട്. ഇവിടെ കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കളർ നമ്മുടെ അപ്ലൈ ആയിട്ടുണ്ട്. അടുത്തായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇതേപോലെ കളർ അപ്ലൈ ചെയ്യുക. ആവശ്യമുള്ള കളർ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പ്രീസെറ്റിൽ നിന്ന്. അല്ലാതെ നമുക്ക് വേറൊരു കളർ വേണമെങ്കിൽ കളർ ഓപ്ഷനിൽ ഹോൾഡ് ചെയ്ത് അങ്ങനെ തന്നെ കൈ എടുക്കാതെ തന്നെ ഡ്രാഗ് ചെയ്ത് പിക്ചറിൽ ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ മേളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഏതൊരു ലൈൻ കണക്റ്റഡ് അല്ല, അതാണ് ബാലൻസ് ഉള്ളിടത്തും ആ കളറ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ജോയിൻ്റ് എവിടെയാണെന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ജോയിൻ്റ് ആയിട്ടില്ല. നമുക്ക് ആ ബ്രഷിൻ്റെ കളർ തന്നെ ചൂസ് ചെയ്തിട്ട് ആ ലൈൻ ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തിരിച്ച് നമ്മുടെ കളർ ചൂസ് ചെയ്യുമ്പോൾ കളറ് അവിടെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത് മാത്രമായിട്ട് കിട്ടും. കളർ കിട്ടിയിട്ടുണ്ട്.
ഇനി ബാലൻസ് ഉള്ളിടത്തും കളർ അപ്ലൈ ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്, അത് അപ്ലൈ ചെയ്തു. ഈ സൈഡിൽ അവിടെയും ഒരു ഡാർക്ക് ഷെയ്ഡാണ്, അവിടെയും ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുക. ആവശ്യമുള്ള കളർ അപ്ലൈ ചെയ്യുക. ഒരു സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയലാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഡ്രോയിങ് ആണ്. ഇനി അടുത്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ പ്രീസെറ്റിൽ ഇല്ലാത്തൊരു കളർ നമുക്കിതിൽ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ടേബിൾ ഷീറ്റിലൊക്കെ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. കളർ എന്ന് പറയുന്ന സർക്കിളിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കളർ പിക്കർ ഓപ്ഷൻ കിട്ടും. ഹോൾഡ് ചെയ്തിട്ട് നേരെ ആ കൈ എടുക്കാതെ തന്നെ ഏത് കളറാണ് വേണ്ടതെന്ന് അവിടെ കൊണ്ടുവന്നിട്ട് ആ കളറിന് മേളിൽ വെച്ചിട്ട് കൈ റിലീസ് ചെയ്താൽ മതി. അപ്പോൾ ആ കളറ് നമ്മുടെ ബ്രഷിൻ്റെ കളറായിട്ട് ചൂസ് ആവും, നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കളർ. ഇപ്പോൾ ഈ റെഡ് ഞാൻ ആ കളറാക്കാൻ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അവിടെ അപ്ലൈ ആവും. ഏത് കളർ അപ്ലൈ ചെയ്യാനും ആ ക്ലോസ്ഡ് നമ്മൾ വരച്ച ഭാഗത്ത്, ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി, ആ കളർ അവിടെ വരുന്നതായിരിക്കും. ഇത് കണക്കാണ് നമ്മൾ കളർ പിക്കർ ഉപയോഗിച്ച് നമ്മൾ കളർ ഇടുന്നത്. അപ്പോൾ ഞാനത് തിരിച്ച് പഴയ കളറാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക.